വെൽക്കം ടു വിവോൾ കാർക്കർ. ഇന്ന് നമ്മുടെ ഗാരയിൽ 2017 ഒരു വോൾവോ എക്സ് തന്നെയാണ്. ഈ വെഹിക്കിൾ കാലിക്കറ്റിൽ നിന്നാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ വെഹിക്കിൾ കഴിഞ്ഞ ദിവസം കസ്റ്റമർ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ടെക്നോളജി നോയ്സ് കേൾക്കുകയും അങ്ങനെ ത്രൂ ആയിട്ട് വെഹിക്കിൾ ഷട്ട് ഡൗൺ ആയിപ്പോയി. അപ്പോൾ നമ്മൾ ടോ ട്രക്കിലാണ് വെഹിക്കിൾ എടുത്തത്. നമ്മുടെ ടീം ഇവിടെ നിന്ന് പോയി ഇൻസ്പെക്ട് ചെയ്യുന്നതാണ് കാലിക്കറ്റിൽ. വെഹിക്കിൾ ഇൻസ്പെക്ട് ചെയ്തപ്പോൾ കണ്ട കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ വെഹിക്കിൾ നമ്മൾ വെരിഫൈ ചെയ്തു. വെഹിക്കിൾ വെരിഫൈ ചെയ്തപ്പോൾ കണ്ടതാണ് ഇതിൻ്റെ ടൈമിംഗ് ബെൽറ്റ് പൊട്ടിപ്പോൾ കംപ്ലയിൻറ്റ് വണ്ടിയുടെ ടൈമിൽ ക്രോസ് ആയിട്ടാണ് കട്ടായി പോയത്. അപ്പോൾ നമ്മൾ ഈ ഹിസ്റ്ററി പരിശോധിച്ചപ്പോൾ വെഹിക്കിൾക്ക് ലാസ്റ്റ് സർവീസിൽ കസ്റ്റമർ ടൈം ഇല്ലാത്തതുകൊണ്ട് ഈ ടൈമിംഗ് ബെൽറ്റ് സ്കിപ്പ് ചെയ്ത് പോകാനുണ്ടായത്. അപ്പോൾ ആ സ്കിപ്പ് ചെയ്ത് പോയതിൻ്റെ അഗേൻസ്റ്റ് കിട്ടിയതെന്ന് വലിയൊരു ഇമ്പാക്റ്റാണ്. ഇതിന് ആകെ പ്രൈസിങ് ഒരു 24,000 സംതിങ്ങേ വരുന്നുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ വാൾ ഡോറൊക്കെ അയച്ച് നോക്കിയപ്പോൾ ഇതിൻ്റെ റോക്ക് റാമൊക്കെ പൊട്ടിയിരിക്കുന്നുണ്ട്. ഇതാണ് പോർഷനൊക്കെ പൊട്ടിക്കെടുക്കുക. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇൻസ്പെക്ട് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ക്യാം ഷാറ്റ് എല്ലാം സ്പ്ലിറ്റ് ചെയ്യണം. അയച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടതാണ് ഈ റോക്ക് റാമിൻ്റെ 2 റോക്ക് റാമും, അതായത് സെക്കൻഡ് സിലിണ്ടറും തേർഡ് സിലിണ്ടറും റോക്ക് റാമും പൊട്ടിപ്പോയിരിക്കുക. ശരിക്കും ജോയിൻറ്റഡാണ്. ജോയിൻറ്റ് 2 കട്ടായി പോയി. സത്യം പറഞ്ഞാൽ ഈ ഒരു ഇമ്പാക്റ്റിൽ നോർമലി ഹെഡിൻ്റെ പോർഷനൊക്കെ കട്ടായി പോകേണ്ടതാണ്. എന്തോ ഭാഗത്തിന് കട്ടായില്ല, അല്ലെങ്കിൽ ഇരിക്കുന്ന പോർഷൻ എല്ലാം ഒടിഞ്ഞു പോകാറുണ്ട്. അപ്പോൾ എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കുക. ഇതുപോലുള്ള പ്രോപ്പർ സർവീസിൻ്റെ ഇടയിൽ ടൈമിംഗ് ബെൽറ്റൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇൻ കേസ് അവരാരും പുറത്ത് വർക്ക്ഷോപ്പിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നിർബന്ധമായി ചോദിക്കുക ടൈമിംഗ് ബെൽറ്റ് റീപ്ലേസ്മെൻറ്റ് പീരീഡ് പ്രോപ്പറായിട്ട് മാറിയിട്ടുണ്ടോന്ന്. അപ്പോൾ അതുപോലെ നമ്മൾ പുതിയ പാർട്സ് വരുത്തിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ പുതിയ പാർട്ട്. പുതിയ റോക്ക് റാം ഇൻസ്റ്റാൾ ചെയ്യുക. അതുപോലെ തന്നെ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സും കിടക്കാം. Revolve Car Care.